ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇതേപോലെ ഒരു പിക്ചർ വീലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം, ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണാണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാട്ടെ. അത് ഇതേപോലെ ഒരു കാർഡ് ബോർഡിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ എടുത്തേക്കുന്നത് 2.5 സെൻറ്റിമീറ്ററാണ്. ഇതേപോലെ നമുക്ക് 4 സർക്കിൾസാണ് ടോട്ടലി ഫുൾ വീൽ ഉണ്ടാക്കാനായിട്ട് കാർഡ് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമുള്ളത്. ഇതുണ്ട്, ഇതേപോലെ 4 സർക്കിൾസ് വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഞാനൊരു ചെറിയ സർക്കിൾ വരച്ചേക്കുന്നത് നമുക്കിതിൽ മെയിനായിട്ട് ഉണ്ടാക്കാൻ ആവശ്യം ഐസ്ക്രീം സ്റ്റിക്കാണ്. അപ്പോൾ ഈ കാർഡ് ബോർഡ് പീസിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കുമ്പോൾ ഒരു കറക്റ്റ് ലെവലിൽ ഇരുന്നോട്ടെ എന്ന് വെച്ച് വരച്ചേക്കണ്ട. അത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ആ സർക്കിളിൻ്റെ അറ്റം അവിടെ വന്ന രീതിക്ക് ഒട്ടിച്ചു കൊടുത്തിയാണ്. നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ചാലും മതി. ഇപ്പോൾ തെറ്റിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒട്ടിച്ചതാണ്. അപ്പോൾ അതേപോലെ വേണ്ട 8 പീസസ് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ 2 പീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, 2 അറ്റത്ത് വെക്കാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഐസ്ക്രീം സ്റ്റിക്സ് ജോയിൻ ചെയ്യാനായിട്ടാണ് എടുത്തേക്കണത്. നിങ്ങൾക്കൊരു ഫുൾ ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ എനിക്ക് ഫുൾ ഐസ്ക്രീം സ്റ്റിക്ക് ആദ്യം വെച്ച് നോക്കിയപ്പോൾ അത്ര രസമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സൈസ് ഇത്തിരി കുറച്ചിട്ട് കർവ് ചെയ്തെടുത്തേക്കണേണ്. ഇതേപോലെ 2 പീസ് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ നമ്മൾ ഫസ്റ്റ് 4 സർക്കിൾസ് വെട്ടിയെടുത്തത് ഒരെണ്ണത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെയ്യാം. നമുക്കിത് 2 എണ്ണം കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു 4 ഐസ്ക്രീം സ്റ്റിക്സ് അതിൻ്റെ 2 അറ്റത്തെയും കർവ് എഡ്ജസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചേക്കണത്. ഒട്ടിച്ച വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ. അപ്പോൾ ഞാൻ സ്പീഡിൽ ഒട്ടിച്ചപ്പോൾ ഞാൻ ഒട്ടിച്ച വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് ഇതേപോലെ 4 എണ്ണം ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ കർവ് എഡ്ജസ് കട്ട് ചെയ്ത് കുറച്ച് പീസ് എടുത്തിട്ട് ഈ ഉണ്ടാക്കിയ നമ്മൾ വീല് കംപ്ലീറ്റ് ആവണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കണ പോലെ തന്നെ ചെയ്യാം. ഇത് കംപ്ലീറ്റ് നമ്മളിപ്പോൾ 8 ഫോട്ടോ ഹാങ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 8 പീസ് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 8 എണ്ണം നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ നമുക്കൊരു വീല് പോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീല് വെക്കാനായിട്ട് സ്റ്റാൻഡ് വേണമല്ലോ. പിന്നെ നമ്മുടെ ഇതുവരെയുള്ള എല്ലാ വീഡിയോയും കണ്ടവരാണെങ്കിൽ ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും. നമ്മൾ ഇതിന് മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചൊരു സ്വിങ് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് അതിന് പറ്റിയൊരു ചെറിയ സ്റ്റാൻഡായിരുന്നു. അപ്പോൾ ഈ വീലിന് ആവശ്യമുള്ളത് കുറച്ച് വലുതായതുകൊണ്ട് കുറച്ചും കൂടെ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിച്ച് വലുതാക്കിയെന്നുള്ളൂ. അപ്പോൾ എത്ര ഐസ്ക്രീം സ്റ്റിക്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മളുണ്ടാക്കിയ വീലില്ലേ, ആ വീലിൻ്റെ നടുക്ക് നമ്മളൊരു വുഡൻ സ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയി. വീഡിയോ ശ്രദ്ധിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയണത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വീഡിയോ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് മനസ്സിലാവും. കണ്ടു, ഇതേപോലെ നമുക്കൊരു പെർഫെക്റ്റ് വീലായി. പിന്നെ അതെ, ഇവിടെയാണ് നമ്മൾ തമ്മിൽ പറയണ പോലെ ലെസ് കോസ്റ്റിൽ നമ്മൾ ഇത് ചെയ്യണത്. സാധാ എല്ലാവരും ഈ പിക്ചർ വീൽ ഉണ്ടാക്കണതൊക്കെ ഈ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ ചെയ്യണ ആ ഫോട്ടോ പേപ്പറിൽ അതിൽ നമ്മൾ ഒരു ഫോട്ടോ ചെയ്യുമ്പോൾ അതിനൊരു 100 റുപ്പീസൊക്കെ ആവും. അപ്പോൾ അതേപോലെ ഇപ്പോൾ നമുക്കിവിടെ 8 ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ 800 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണം നമ്മൾ സാധാ അസൈൻമെൻറ്റിനൊക്കെ പ്രിൻ്റ് എടുക്കണ പോലെ ഒരു A4 ഷീറ്റിൽ 8 ഫോട്ടോസ് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തേക്കണം. ഞാനത് പേപ്പർ ഫുള്ളായിട്ട് എല്ലാ ഫോട്ടോസും കൂടി ഇരിക്കണത് ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ പറയുക ഫോട്ടോസ് വെട്ടിയെടുത്തതിന് ശേഷമുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് കുറഞ്ഞേക്കണത്. ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് എല്ലാം ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇത് ഡയറക്റ്റ്ലി ഒട്ടിച്ചാൽ ഒരു സുഖമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ
ഒരു വൈറ്റ് കട്ടിയുള്ള പേപ്പറിൽ ചാർട്ടല്ല എടുത്തേക്കണം, നമ്മുടെ ഈ ഡ്രോയിങ് ബുക്കിൻ്റെയൊക്കെ പേജിൽ അതാണ് എടുത്തേക്കണത്. അതിലപ്പോൾ ഒരു ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഞാൻ ഒരിത്തിരി ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത്ര ശരിയായിട്ടില്ല എങ്കിലും വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ വീഡിയോ കാണിക്കണ പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒട്ടിക്കുമ്പോൾ എല്ലാവരും ചിലപ്പോൾ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒട്ടിക്കണത് കാണിക്കണത്. ഇതേപോലെ നമ്മൾ ആ നേരത്തെ ജോയിൻ ചെയ്ത് കൊടുത്ത ആ പീസിൽ ഫെവിക്കോൾ തേച്ചിട്ട് ആ പേപ്പർ വെറുതെ ഒട്ടിച്ചെടുത്താൽ മതി. അതവിടെ നിന്നു. ഇനി അത് വിട്ടു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട, അത് അവിടെ തന്നെ നിന്നു. മാക്സിമം എല്ലാവരും ഒട്ടിക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒട്ടിക്കാൻ നോക്കുക. ഞാനിപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ കട്ട് ചെയ്തതുകൊണ്ട് അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് കറക്റ്റായിട്ട് നിൽക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ എല്ലാം സ്ട്രെയിറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അതെ, ഞാൻ കംപ്ലീറ്റ് ഫോട്ടോസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രം എവിടെയോ ചിരിഞ്ഞു പോയിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ക്ലിപ്പിൽ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ കണ്ടോ, ഇതേപോലെ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡ് ഞാൻ കാണിക്കുന്നത്, സൈഡിൽ നമ്മൾ കുറച്ച് അൽക്കുലത്ത് പണി ചെയ്യുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് അതിൻ്റെ സൈഡ് എങ്ങനെ ഇരിക്കണേന്ന് ഞാൻ കാണിച്ചതാണ്. ഇതേപോലെ ഇരിക്കും നമ്മുടെ വീൽ. അപ്പോൾ നമ്മളിനി സൈഡിൽ കുറച്ച് ഡെക്കറേഷൻ വർക്ക് ചെയ്യണമല്ലോ, അതാണല്ലോ മെയിൻ. അപ്പോൾ കുറച്ച് ഡെക്കറേഷൻ വർക്കിന് വേണ്ടി ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തായിരുന്നു. എന്നിട്ട് ഇതിപ്പോൾ ഒറ്റക്കൈ വെച്ച് പശ ഒട്ടിക്കാനുള്ള പരിശ്രമമാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇതേപോലെ എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓരോ എഡ്ജസിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒരു സൈഡിൽ നമ്മൾ 8 ആവശ്യമുള്ളത്, അപ്പോൾ 2 സൈഡും കൂടെ 16 പീസസ് അതേപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഈ പിക്ചർ വീലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ടോട്ടൽ എത്ര ഐസ്ക്രീം സ്റ്റിക്സാണ് ഉപയോഗിച്ചേക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോസിൽ ഏറ്റവും കുറവ് ഇപ്പോൾ ലൈക്കാണ്, നമുക്ക് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.